I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Muatupuzha. Today I am going to discuss about journal entries relating to consignment. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് എന്താണ് കൺസൈൻമെൻറ്റ്, ഏതൊക്കെയാണ് കൺസൈൻമെൻറ്റുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിരുന്നു. അപ്പം ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന അയാളുടെ ബുക്സിൽ വരുന്ന കുറേ അധികം ജേർണൽ എൻട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങൾ ജേർണൽ എൻട്രി കണ്ടിട്ട് പേടിച്ച് പോകരുത്, കുറേ അധികം ജേർണൽ എൻട്രീസ് ഉണ്ട്. പക്ഷേ ഈ ചാപ്റ്റർ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പം ഈ ജേർണൽ എൻട്രീസ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ കൺസൈനറുടെ എൻട്രി തരും, അടുത്ത വീഡിയോയിലൂടെ ഞാൻ കൺസൈനിയുടെ ജേർണൽ എൻട്രീസ് തരും. അപ്പം ഈ രണ്ട് ജേർണൽ എൻട്രീസും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെയാണ് കൺസൈനറുടെ ബുക്കിലെ ജേർണൽ എൻട്രി എന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദി കൺസൈനർ. ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഫോർ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. നമ്മൾ കൺസൈനർ എന്ന് പറഞ്ഞ വ്യക്തി കൺസൈനിക്ക് കുറച്ച് സാധനങ്ങൾ തനിക്ക് വേണ്ടി വിറ്റ് തരാനായിട്ട് ഏൽപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ജേർണൽ എൻട്രി എഴുതി വയ്ക്കും. അതെന്താണെന്നാണ് ആദ്യം പറയുന്നത്. For goods sent on consignment, consignment account letter to goods sent on consignment. സാധനം അയച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എഴുതുന്ന എൻട്രി എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഇനി 4 ആണ് കേട്ടോ അത്. ഫോർ എക്സ്പെൻസസ് ഇൻക്വയർഡ് ബൈ ദി കൺസൈനർ. ഇനി കൺസൈനർക്ക് എന്തെങ്കിലും ചിലവുണ്ടായി എന്ന് വിചാരിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന എൻട്രിയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഓക്കെ, എല്ലാം നമ്മൾ കൺസൈനറുമായി ബന്ധപ്പെട്ട മജോറിറ്റി കാര്യങ്ങളും എഴുതുന്ന അക്കൗണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. അപ്പം എല്ലായിടത്തും കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരുമെന്നുള്ള കാര്യമൊന്ന് ഓർക്കുക. ഇനി ഫോർ എക്സ്പെൻസസ് ഇൻക്വയർഡ് ബൈ ദി കൺസൈനി. കൺസൈനിക്ക് വരുന്ന ചിലവ് ആര് കൊടുക്കേണ്ടതാണ്? കൺസൈനർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും ആര് കണക്കിൽ കാണിക്കണം? കൺസൈനർ കണക്കിൽ കാണിക്കണം. അപ്പോൾ എന്താണ് എൻട്രി? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു കൺസൈനി. അടുത്ത നോക്കാം. ഫോർ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈനി. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഒരു 2 ലക്ഷം രൂപയുടെ ഗുഡ്സാണ് കൺസൈനിക്ക് വിൽക്കാനായിട്ട് ഏൽപ്പിച്ചേക്കെന്ന് വിചാരിക്കുക. അപ്പോൾ വെറുതെ അങ്ങോട്ട് ഗുഡ്സ് കൊടുത്തു വിടത്തില്ല. കൊടുത്തു വിടുമ്പോൾ 2 ലക്ഷത്തിൻ്റെ ഒരു 10% എന്ന രീതിക്കൊക്കെ ഒരു അഡ്വാൻസ് കൊടുക്കാനായിട്ട് പറയും. സപ്പോസ് 10% ആണെങ്കിൽ നമ്മുടെ കൺസൈനർക്ക് 20,000 രൂപ അഡ്വാൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണമല്ലോ. ഫോർ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈനി എന്താണ് എൻട്രി? ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു കൺസൈനി. ബാങ്ക് ഓർ ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുക, അപ്പോൾ ക്യാഷ് എന്ന് വരും. ഇനി ചെക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ബാങ്കിൽ നിന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ബില്ലായിട്ടായിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പം ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു കൺസൈനി. നമ്മുടെ കൺസൈൻമെൻറ്റൊക്കെ ആയിട്ട് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ബാങ്ക് വഴിയായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ക്യാഷ് അങ്ങനെ വന്ന് കാണാറില്ല. ഓക്കെ, ദെൻ ഓൺ ഗെറ്റിംഗ് ദ ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഫ്രം ദി കൺസൈനി. ഇനി ഈ കൺസൈനർ ഈ ബിൽസ് റിസീവബിൾ ബാങ്കിൽ കൊണ്ട് മാറിയെടുക്കും. ഓക്കെ, നമുക്കിപ്പോൾ 3 മാസത്തേക്കൊക്കെ ആയിരിക്കും ബിൽസ് റിസീവബിളിൻ്റെ കാലാവധി. അതിന് മുമ്പ് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കിത് കൊണ്ട് എന്ത് ചെയ്യാം? ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ലെറ്റർ ടു ബിൽസ് റിസീവബിൾ. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ലെറ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ, ദെൻ ഇനി കൺസൈനർക്ക് വേണ്ടി സെയിൽ നടത്തുമ്പോൾ ഉള്ള ജേർണൽ എൻട്രി. ആരാണ് സെയിൽ നടത്തുന്നത്? കൺസൈനർക്ക് വേണ്ടി സെയിൽ നടത്തും. ഓക്കെ, ഫോർ സെയിൽസ് മെയ്ഡ് ബൈ കൺസൈനി എന്താണ് എൻട്രി? കൺസൈനീസ് അക്കൗണ്ട് ലെറ്റർ ടു കൺസൈൻമെൻറ്റ്. കൺസൈനീസ് അക്കൗണ്ട് ലെറ്റർ ടു കൺസൈൻമെൻറ്റ്. നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യണം. കൺസൈനറുടെ ട്രാൻസാക്ഷൻസ് ഇതൊക്കെ, അല്ലേ? കൺസൈനർക്ക് വേണ്ടി കൺസൈനി ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. കുറേ എൻട്രി ഉണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ബൈഹാർട്ട് തന്നെ പഠിച്ചു വെക്കുക ഓരോ സിറ്റുവേഷനും വെച്ചുകൊണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഫുൾ മൊഡ്യൂള് ഈ ജേർണൽ എൻട്രി ബേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഈ ജേർണൽ എൻട്രി ഇതേ ഓർഡറിൽ നിങ്ങൾ അങ്ങോട്ട് ബൈഹാർട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ആലോചിച്ച് നോക്കുക അടുത്ത എൻട്രി എന്താണ്. അപ്പോൾ ആ എൻട്രി ഉണ്ടെങ്കിൽ അങ്ങ് എഴുതിയാൽ മതി. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണത്തില്ല, ബില്ല് തരുന്ന കേസ് ഉണ്ടാവില്ല, ചില ക്വസ്റ്റ്യൻസിൽ അഡ്വാൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് എഴുതണ്ട. അങ്ങനെ ഓരോന്നും ആ ഓർഡർ പഠിച്ചു വെക്കുകയാണെങ്കിൽ അതുണ്ടോ എന്നങ്ങ് നോക്കി പോയാൽ മതി. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിൽസും കിട്ടിക്കഴിഞ്ഞു. ദെൻ ഫോർ കമ്മീഷൻ ഡ്യൂ ടു ദ കൺസൈനി. ഇനി കൺസൈനിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇയാൾ വിറ്റ് തരുന്നതിന് അയാൾക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കണ്ടേ? അപ്പോൾ കമ്മീഷൻ അയാൾക്ക് കൊടുക്കാറായി ഡ്യൂ ആവുന്ന സമയത്തെ എൻട്രി.
consignment account debtor to consignee. Consignment account debtor to consignee. Commission due ആയി. Okay. Then for bad debt, if consignee is not entitled to del creditor commission. എന്താണ് ഈ del creditor commission? കൺസൈനി തന്നെ ഞാൻ ബാഡ് ഡെപ്റ്റ് വന്നാൽ അതിൻ്റെ നഷ്ടം ഞാൻ സഹിച്ചോളാം എന്ന് കൺസൈനി ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കും? നമ്മൾ ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ കൊടുക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൺസൈനറാണ് എല്ലാ നഷ്ടവും സഹിക്കേണ്ടത്. ഇൻ കേസ് കൺസൈനി പറയാണ് ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാം എന്ന് പറഞ്ഞ് കൺസൈനി ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെ ഡെൽ ക്രെഡിറ്റർ കമ്മീഷനും കൂടെ കൊടുക്കണമായിരുന്നു. ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ എന്താണ് ബാഡ് ഡെപ്റ്റ് വന്ന ആളുടെ എൻട്രി? കൺസൈനർ വഹിക്കണം ബാഡ് ഡെപ്റ്റ് അല്ലേ? അപ്പം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. ദെൻ ഫോർ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്. ഇനി നമ്മുടെ കയ്യിലുള്ള കൺസൈൻമെൻറ്റിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചില്ലേ വീഡിയോയിൽ? അബ്നോർമൽ ലോസ് വരുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ, നോർമൽ ലോസ് വരുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ കേസിൽ എങ്ങനെ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കണ്ടുപിടിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അതിനുള്ള എൻട്രി എന്താണ്? ഫോർ കൺസൈൻമെൻറ്റ് സ്റ്റോക്കിനുള്ള എൻട്രി കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കും കാണിച്ചു. ദെൻ ഫോർ ദി എമൗണ്ട് റിസീവ്ഡ് ഫ്രം കൺസൈനി ഓൺ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ആദ്യം തന്നെ കൺസൈനി നമുക്ക് എന്ത് തന്നിരുന്നു? ഒരു അഡ്വാൻസ് തന്നിരുന്നു. എന്നാൽ വർഷാവസാനം ആകുമ്പോഴത്തേക്കും ഈ സാധനമൊക്കെ വിറ്റ് തീർത്ത് ക്ലോസിംഗ് സ്റ്റോക്കും കൊണ്ട് കൺസൈനർക്ക് കൊടുത്ത് ആ വിറ്റതിൻ്റെയൊക്കെ പൈസയും എന്ത് കൊടുക്കണം? കൺസൈനറുടെ കയ്യിലേക്ക് കൊടുക്കണം, സെറ്റിൽ ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ ക്ലോസിംഗ് ടൈമിൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോഴുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. ഇനി എന്തെങ്കിലും അബ്നോർമൽ ലോസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിക്കാൻ പഠിച്ചതല്ലേ? അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് എന്നും കൂടെ കാണിക്കുക. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. ഓക്കെ. ഇനി ഇഫ് ഇറ്റ് ഈസ് ഇൻഷ്വേർഡ് ആൻഡ് സെയിം എമൗണ്ട് ഈസ് ഡ്യൂ ഫ്രം ഇൻഷുറൻസ് കമ്പനി. ഇനി കമ്പനിയെല്ലാം നമുക്കറിയാം, വലിയ വലിയ കമ്പനികളൊക്കെ എന്തെടുക്കാറുണ്ട്? ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ദെൻ ഇങ്ങനെ നഷ്ടമുണ്ടായി ആ എമൗണ്ട് ആര് നമുക്ക് തരുവാണ്? ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുവാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു എൻട്രി എക്സ്ട്രാ കയറി വരും. ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോന്നിനും നേരെ വരുന്ന എമൗണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. തൽക്കാലം ആ എൻട്രി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ്. ഇനി എല്ലാം കഴിയുമ്പോൾ വർഷാവസാനം നമ്മൾ കണക്ക് നോക്കുകയാണ് ഈ കൺസൈൻമെൻറ്റ് വക നമുക്ക് കിട്ടിയത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. ഓക്കെ. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ ഫോർ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എന്താണ് എൻട്രി? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നമുക്ക് വർഷാവസാനം വരുന്നത് ലോസ് ആണെന്ന് വിചാരിക്കുക. ഫോർ ലോസ് ഓൺ കൺസൈൻമെൻറ്റ് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. നേരെ എൻട്രി തിരിച്ചിടുന്നു. ഓക്കെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. ഇനി നമ്മൾ ആദ്യം തന്നെ ഗുഡ്സ് അയച്ചു കൊടുത്തപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു. ഏതാണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. വർഷാവസാനം അത് ക്ലോസ് ചെയ്ത് കളയണ്ടേ? അപ്പോൾ അതിനുള്ള എൻട്രിയാണ് പറയാൻ പോകുന്നത്. ഫോർ ക്ലോസിംഗ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്താണ് എൻട്രി? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ആരുടെ ബുക്കിലെ ജേണൽ എൻട്രി? കൺസൈനറുടെ ബുക്കിലെ ജേണൽ എൻട്രി. ഞാൻ ഈ വീഡിയോ ഇന്നിവിടം കൊണ്ട് നിർത്തുകയാണ്. കൺസൈനിയുടെ ബുക്കും കൂടെ ഈ വീഡിയോടൊപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പം നിങ്ങൾ ഇന്ന് ഈ കംപ്ലീറ്റ് ജേണൽ എൻട്രീസ് നോട്ട് എഴുതിയെടുത്ത് ഇത് ബൈ ഹാർട്ട് പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. നാളെ നമ്മൾ കൺസൈനിയുടെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. നാളെ നമ്മൾ കൺസൈനിയുടെ ബുക്കിലെ ജേണൽ എൻട്രീസും ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്ന ഒരു പ്രോബ്ലം പഠിക്കും. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇന്ന് നിങ്ങൾ ഇത് കംപ്ലീറ്റ് എഴുതിയെടുത്ത് നാളത്തേക്ക് ബൈ ഹാർട്ടൊക്കെ പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് നാളെ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ രണ്ട് ബുക്കും തമ്മിൽ മാറിപ്പോവരുത്. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ജേണൽ എൻട്രീസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.